ഇന്ന് വളരെ സിമ്പിളായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു തേങ്ങ അരച്ച മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് കൊച്ചുള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതൊക്കെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നെന്മീനുണ്ടല്ലോ, നമ്മുടെ കിങ് ഫിഷ്, അത് വെച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് ഞാൻ നമ്മുടെ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. അരപ്പ് അത്യാവശ്യത്തിന് വേണ്ടുന്ന വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ആ ഒരു പരുവത്തിന് നമ്മൾ കലക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്, പിന്നെ പച്ചമുളകും ചേർക്കും. അപ്പോൾ തക്കാളിയും പച്ചമുളകും അരിഞ്ഞത്, പിന്നെ അതുകൂടാതെ ഉപ്പ്, പിന്നെ നമ്മുടെ വടക്കൻ പുളി എന്നാണ് ഞങ്ങൾ പറയുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അതറിയപ്പെടാറുണ്ട്. ഞങ്ങൾ വടക്കൻ പുളി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വടക്കൻപുളി നമ്മൾ നന്നായിട്ട് കഴുകി, അതിന് ചിലപ്പോൾ ഒരു കയ്പ്പ് കാണും. അപ്പോൾ അത് കാരണം നന്നായിട്ട് കഴുകിയിട്ട് വടക്കൻപുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. ഈ കറി നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലിഡ് വെച്ച് അടച്ചു വെക്കുകയാണ് ചട്ടി. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് നോക്കി, അപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങും. നമുക്ക് കാണാൻ പറ്റും, ഗ്ലാസിൻ്റെ ലിഡായതുകൊണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചട്ടിയിലേക്ക്, കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടി നമ്മൾ അധികം സ്പൂണൊന്നും ഇട്ട് നമ്മളിതിൽ ഇളക്കരുത്, കാരണം മീൻ ചിലപ്പോൾ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ചട്ടി ഒന്ന് നല്ല കട്ടിയുള്ള ഇതിലും തുണി എടുത്തിട്ട് 2 സൈഡിലും പിടിച്ച് ചട്ടി തന്നെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് മീൻ കഷ്ണങ്ങളും കറിയും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരും. വീണ്ടും നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കറി വറ്റിപ്പോകും, ഈ കഷ്ണങ്ങളൊന്നും നന്നായിട്ട് വെന്ത് വരില്ല. അതുപോലെ തീ ഒരുപാട് കുറച്ചും വെക്കരുത്. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുക. മീനൊന്നും ഒരുപാടിട്ട്, എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ഈ കറി ഇങ്ങനെ തിളപ്പിക്കരുതിട്ട്. അപ്പോൾ അതിനൊരു ടേസ്റ്റും ഉണ്ടാവത്തില്ല, മീനിൻ്റെ രുചിയും അതുപോലെ കിട്ടത്തില്ല. ഒരു മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിലൊക്കെ കറി വേവിച്ച് മാറ്റണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ കറി ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ട് 5-6 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കും. എന്നിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കറി നന്നായിട്ട് തിളച്ച് വരും. അപ്പോൾ കറിയുടെ നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് നോക്കാം, എങ്ങനെയായി, മീനിൻ്റെ ടേസ്റ്റൊക്കെ കറിയിലേക്ക് ഇറങ്ങിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മീൻ കറി എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് മീനിൻ്റെ രുചിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ അകത്ത്, നമ്മൾ ഇതുവരെ എണ്ണയൊന്നും ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്ത് ഒന്ന് തൂക്കി കൊടുക്കും. അപ്പോഴത്തേക്ക് കറിക്ക് നല്ല ഒരു ടേസ്റ്റ് കൂടെ കിട്ടും. ചിലർ കൊച്ചുള്ളിയൊക്കെ വഴറ്റി ഇതിൻ്റെ അകത്ത് ഇടാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ലേശം വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ പുറത്ത് തൂക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.